കഴിഞ്ഞ മാതൃദിനത്തിൽ അമ്മയോട് ഒപ്പമുള്ള ചിത്രമാണ് മോഹൻലാൽ പങ്കുവച്ചിരുന്നത്. അങ്ങനെ അമ്മയെ ഓർക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അമ്മയോടൊപ്പം പങ്കിടാൻ പറ്റുന്ന ഏതൊരു നിമിഷവും അത് അത്രത്തോളം പ്രിയപ്പെട്ട ഒരു മുഹൂർത്തമാക്കി മോഹൻലാൽ മാറ്റിയിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ മാതൃദിനത്തിൽ പോലും അതൊക്കെ തന്നെ ഓർക്കുകയും അമ്മയോടൊപ്പമുള്ള ഏറ്റവും കുട്ടിക്കാലത്തെ ഒരു ചിത്രമാണ് അന്ന് പോസ്റ്റ് ചെയ്തിരുന്നത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ആ കുട്ടിക്കാലത്തെ അവർ രണ്ടുപേരും കൂടി നിന്നിരുന്ന ഒരു ഫോട്ടോ ആണ് അന്ന് മോഹൻലാൽ ഇട്ടിരുന്നത്. ഒരു ചെറിയ ട്രൗസറൊക്കെ ഇട്ടുള്ള ഒരു ഫോട്ടോ ആയിരുന്നു അന്ന് ഈ സോഷ്യൽ മീഡിയയിൽ മോഹൻലാൽ പങ്കുവച്ചിരുന്നത്. അതുപോലെ തന്നെ ആ പിറന്നാളും വലിയ ആഘോഷമായി. ഈ 90ാമത്തെ പിറന്നാളും വലിയ ആഘോഷത്തോടു കൂടി തന്നെ മോഹൻലാൽ കൊണ്ടാടുകയും ചെയ്തു. അന്ന് ഈ എളമക്കരയിലെ വീട്ടിൽ വെച്ചായിരുന്നു ആഘോഷങ്ങൾ. സുചിത്ര മോഹൻലാൽ, ആന്റണി പെരുമ്പാവൂർ, മേജർ രവിയും തുടങ്ങി അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഈ ആഘോഷത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഫോട്ടോകളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തു. നമ്മൾ ആ പോസ്റ്റ് ചെയ്ത വീഡിയോകളൊക്കെയാണ് നമ്മൾ ഇപ്പോൾ ഈ കാണുകയും ചെയ്യുന്നത്. അതൊക്കെ അന്ന് ആ പിറന്നാളിന് എടുത്തതായിരുന്നു. പ്രിയപ്പെട്ട നടൻ്റെ അമ്മയ്ക്ക് ആശംസകളുമായി അന്ന് ആ സിനിമാ ലോകം മുഴുവൻ മുന്നിലേക്ക് എത്തിയിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഡോക്ടർ വീട്ടിലെത്തിയാണ് മരണം സ്ഥിരീകരിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ അത്രയും വേദനയോടുകൂടി ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇപ്പോൾ ഈ 90ാമത്തെ വയസ്സിലുള്ള ഈ ഒരു വിടവാങ്ങൽ ഉണ്ടായത്. അന്ന് ഈ ദാദാ ഫാൽക്കെ അവാർഡ് ലഭിച്ചതിന് ശേഷം മോഹൻലാൽ വീട്ടിലേക്ക് എത്തുകയോ ആ വീട്ടിലെത്തി അന്ന് പറഞ്ഞ ഒരു കാര്യം, അമ്മയുടെ അടുത്തേക്കാണ് താൻ ആദ്യം വന്നത്, അതങ്ങനെ തന്നെയാണ് വേണ്ടത് എന്നുള്ളതായിരുന്നു. ഈ നേട്ടം കാണാൻ അമ്മയ്ക്ക് ഭാഗ്യമുണ്ടായി, അമ്മയ്ക്കൊപ്പം ഈ നേട്ടം പങ്കുവയ്ക്കാൻ എനിക്കും ഭാഗ്യമുണ്ടായി എന്നുള്ളതാണ്. അമ്മയ്ക്ക് സുഖമില്ലാതിരുന്നു എന്നുള്ളത് മോഹൻലാലിനെ സംബന്ധിച്ച് ഏറെ വിഷമമുണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. കാരണം അമ്മയ്ക്ക് സംസാരിക്കാൻ പ്രയാസമുണ്ട്, എങ്കിലും എല്ലാം കേട്ടാൽ മനസ്സിലാകും എന്നുള്ളതായിരുന്നു ആ ദാദാ ഫാൽക്കെ അവാർഡ് സ്വീകരിക്കുന്നതിന് മുൻപ് മോഹൻലാൽ എളമക്കരയിലെ വീട്ടിലേക്ക് എത്തിയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ അനുഗ്രഹം എപ്പോഴും തനിക്കൊപ്പമുണ്ട്, എങ്കിലും താൻ ഇങ്ങോട്ടേക്കൊന്നും പറയാൻ കഴിയില്ലെങ്കിലും താൻ പറയുന്നതെല്ലാം കേൾക്കാൻ അമ്മയ്ക്ക് സാധിക്കും. ആ അനുഗ്രഹം മാത്രം മതി തനിക്ക്, അത് തൻ്റെ കൂടെ എന്നും ഉണ്ടാകും എന്നുള്ളത് പ്രിയപ്പെട്ട നടൻ അന്ന് പറഞ്ഞതൊക്കെ തന്നെ മലയാളിക്ക് കേട്ടതാണ്. ഇപ്പോൾ ആ അമ്മ വിടവാങ്ങിയിരിക്കുന്നു. ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു നിമിഷത്തിലൂടെ തന്നെയാണ് ആ കുടുംബം പൂർണ്ണമായും ഇപ്പോൾ കടന്നു പോകുന്നത്.